ഹൈദരാബാദിലെ ചാർമിനാറിൽ തീപിടുത്തത്തിൽ 17 മരണം. ഗുൽസാർ ഹൗസിലാണ് തീപിടുത്തമുണ്ടായത്. മരിച്ചവരിൽ 2 സ്ത്രീകളും 2 കുട്ടികളും. നിരവധി പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി അഫ്സാന ചേരുന്നുണ്ട്. അഫ്സാന, തീ നിയന്ത്രണ വിധേയമായോ? മരണസംഖ്യയിൽ എന്തെങ്കിലും മരണസംഖ്യ കൂടിയോ? എന്താണ് വിവരങ്ങൾ? അജിന, ഇന്ന് പുലർച്ചെ ഹൈദരാബാദിലെ ചാർമിനാറിൽ ഉണ്ടായ തീപിടുത്തത്തിലാണ് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുന്നത്. മരണസംഖ്യ 17 ആയിട്ടുണ്ട്. അണുനിമിഷമാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 8 മരണമായിരുന്നു സ്ഥിരീകരിച്ചത്. അണുനിമിഷം കൊണ്ടാണ് ഇത് 17 മരണമായിരിക്കുന്നത്. ചാർമിനാറിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതായത് ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പ്രദേശമായ ഗുൽസാർ ഹൗസിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, അവിടെ സ്ഥലത്തെത്തിയ പ്രതിനിധികളടക്കം പറയുന്നത് ഈ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പ്രദേശമായ ഗുൽസാർ ഹൗസിലെ ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 4 നില കെട്ടിടമാണ്. അതിലെ ആദ്യ നിലയിൽ കടകളാണ് ഉള്ളത്. അതിലെ കടകളുടെ ഉടമസ്ഥരാണ് മറ്റ് മുകളിലെ കെട്ടിടങ്ങളിൽ മുകളിൽ താമസിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ താഴത്തെ കടകളിൽ നിന്നാണ് തീ പടർന്നത് എന്നതടക്കമാണ് അറിയാൻ കഴിയുന്നത്. ഈ തീ പടർന്ന ഒരു സാഹചര്യത്തിൽ മറ്റാർക്കും രക്ഷാപ്രവർത്തനം നടത്താനായി കടയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത്ര കാര്യക്ഷമമായി നടത്താൻ കഴിയില്ല എന്നടക്കം ജനപ്രതിനിധികൾ പറയുന്നുണ്ട്. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ 8-ലധികം പേരാണ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി കേന്ദ്ര സർക്കാരിനോട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവരെ മികച്ച ചികിത്സ ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാർമിനാറിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 6 മണിയോടെയാണ് ചാർമിനാറിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, തീപിടുത്തം പുലർച്ചെ ആയതുകൊണ്ട് തന്നെ കെട്ടിടത്തിൽ ഉറങ്ങിക്കിടന്ന പലരും ഇത് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതുകൂടി ഇനി മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അജുന, ഹൈദരാബാദിലെ ചാർമിനാറിൽ ഗുൽസാർ ഹൗസിൽ തീപിടുത്തത്തിനെ തുടർന്ന് 17 മരണമാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും മണിക്കൂറിൽ മരണസംഖ്യ കൂടാനാണ് സാധ്യത. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്സാനയാണ് വിവരങ്ങൾ നൽകിയത്.